പാകിസ്ഥാൻകാർ ഉടൻ രാജ്യം വിടണം. സിന്ധു നദീജല കരാർ റദ്ദാക്കി. കടുത്ത നടപടിയുമായി ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അറിയിച്ചു. പാകിസ്ഥാൻ പൗരന്മാർ ഉടൻ ഇന്ത്യ വിടണമെന്നും പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും വിദേശകാര്യ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും ചെയ്തു. മാത്രമല്ല, വാഗ അട്ടാരി അതിർത്തി അടച്ചതായും മിസ്രി പറഞ്ഞു. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ലെന്നും തീരുമാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം 30 ചുരുക്കുകയും ചെയ്തു. പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി അടച്ചുപൂട്ടി അവിടെയുള്ള നയതന്ത്രജ്ഞരെ തിരിച്ചെത്തിക്കും. പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ ഇന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത്. അതേസമയം ഏതു നിമിഷവും പോരാട്ടത്തിനായി സേന തയ്യാറായിരിക്കണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി. മാത്രമല്ല, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിച്ചെന്ന വിലയിരുത്തലാണ് ഇന്ത്യയുടെ കടുത്ത നടപടികൾക്ക് കാരണം എന്നാണ് വിവരം. ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത സിന്ധു നദീജല കരാറാണ് 65 വർഷങ്ങൾക്കിപ്പുറം മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. അതേസമയം ജമ്മു കാശ്മീരിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ഭീകരർക്കായുള്ള തെരച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. പ്രധാന റോഡുകളിലെല്ലാം ഇന്നും പരിശോധന ശക്തമായി തുടരും. പഹൽഗാമിലേക്കടക്കം കർശന ഗതാഗത നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്.